ബഷാറില്ലാത്ത സിറിയ ശിഥിലമാകരുത്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ബഷാർ ഒഴിയുമ്പോൾ സംഭവിക്കുന്ന അധികാരശൂന്യതയിലേക്ക് വിദേശത്തുനിന്ന് നിയന്ത്രിക്കപ്പെടുന്നവരാണ് കയറിയിരിക്കുന്നതെങ്കിൽ പതിറ്റാണ്ടുകളായി സിറിയന് ജനത അനുഭവിക്കുന്ന വൻ ശക്തികളുടെ വടംവലിക്ക് തന്നെയാകും രാജ്യം സാക്ഷ്യം വഹിക്കുക. സിറിയയിൽ ഒരു വ്യാഴവട്ടത്തിലേറെ നീണ്ട ബഷാർ അൽപസദ് വാഴ്ചക്ക് തിരശീല വീണിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് ഗാസി അൽജലാലി നടത്തിയ പ്രസ്താവനയാണ് ബഷാറിന്റെ പതനം സ്ഥിരീകരിക്കുന്നത്. താന് രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പരിവർത്തന സർക്കാർ നിലവിൽ വരും വരെ അധികാര തലപ്പത്ത് തുടരാന് തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വടക്കന് നഗരമായ അലപ്പോയിൽ നിന്ന് തുടങ്ങി ദമസ്കസിനോളം ജൈത്രയാത്ര നടത്തിയ വിമത സായുധ സഖ്യമായ ഹയാത്ത് തഹ്രീർ അശ്ശാമിന്റെ HTS നേതാവ് അബൂ മുഹമ്മദ് അൽജുലാനിയുടെ പ്രഖ്യാപനമിതാണ്. സിറിയ മോചിതമാക്കപ്പെട്ടിരിക്കുന്നു, ബഷാറിന്റെ സ്വേച്ഛാധിപത്യത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. ഈ സംഭവവികാസങ്ങളോട് വിവിധ രാജ്യങ്ങൾ നടത്തിയ പ്രതികരണങ്ങൾ അങ്ങേയറ്റം കരുതലോടെയുള്ളതും വരാനിരിക്കുന്ന അനിശ്ചിതാവസ്ഥയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന തരത്തിലുമാണ്. സിറിയക്കായുള്ള UN പ്രതിനിധി ഗെയ്ർ പെഡേൽസണ് നടത്തിയ പ്രതികരണം പ്രധാനമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ടു നീങ്ങാനുള്ള രാഷ്ട്രീയ പരിഹാരം എങ്ങനെ കണ്ടെത്തുമെന്നതാണ് സിറിയയുടെ ഭാവി സംബന്ധിച്ച് നിർണായകമെന്ന് അദ്ദേഹം പറയുന്നു. ആ രാഷ്ട്രീയ പരിഹാരം മുമ്പത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കണം. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രക്രിയയായിരിക്കണം. ഒപ്പം സിറിയക്ക് അതിന്റെ പരമാധികാരവും അതിർത്തിയും പുനഃസ്ഥാപിക്കാന് കഴിയണം. ഐക്യത്തിന്റെയും സ്ഥിരതയുടെയും പുതിയ കാലം വരണം. ഉണങ്ങേണ്ട ഒരുപാട് മുറിവുകളുണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ബഷാർ അൽപസദിന്റെ പതനം സിറിയന് ജനത ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വിവിധ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ആഘോഷം അർത്ഥവത്താകണമെങ്കിൽ UN പ്രതിനിധി ചൂണ്ടിക്കാട്ടിയ പോലെ സുസ്ഥിരവും ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും എണ്ണ വിഭവം അടക്കമുള്ള രാഷ്ട്രസമ്പത്ത് കാത്തുസൂക്ഷിക്കാൻ കെൽപ്പുള്ളതുമായ ഭരണസംവിധാനം നിലവിൽ വരേണ്ടിയിരിക്കുന്നു. ബഷാർ ഒഴിയുമ്പോൾ സംഭവിക്കുന്ന അധികാരശൂന്യതയിലേക്ക് വിദേശത്തുനിന്ന് നിയന്ത്രിക്കപ്പെടുന്നവരാണ് കയറിയിരിക്കുന്നതെങ്കിൽ പതിറ്റാണ്ടുകളായി സിറിയന് ജനത അനുഭവിക്കുന്ന വൻ ശക്തികളുടെ വടംവലിക്ക് തന്നെയാകും രാജ്യം സാക്ഷ്യം വഹിക്കുക. അൽഖായിദയടക്കമുള്ള തീവ്രവാദി സംഘങ്ങളുടെ ഉയിർപ്പിന് അധികാരമാറ്റം പഴുതൊരുക്കുമെങ്കിലും സിറിയന് ജനത സ്വന്തം മണ്ണിൽ കാലൂന്നി നിൽക്കാനാകാത്ത പുറപ്പാടിലേക്ക് തന്നെ എടുത്തെറിയപ്പെടും. മുമ്പിലേക്കുള്ള പാത പൂവിരിച്ചതില്ലെന്ന് ചുരുക്കം. സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിലെ മേഖലയിൽ പടർന്ന സോഷ്യലിസ്റ്റ് ബസ് രാഷ്ട്രീയത്തിന്റെ വേരറുത്താണ് 1970 അട്ടിമറിയിലൂടെ ഹാഫിസ് അൽപസദ്, ബഷാറിന്റെ പിതാവ്, സിറിയയുടെ അധികാരം പിടിച്ചത്. അന്നത്തെ രാഷ്ട്രീയ അസ്ഥിരതയിൽ ഹാഫിസിന്റെ അധികാരലബ്ധി എളുപ്പമായിരുന്നു. ജനസംഖ്യയുടെ 10 മുതൽ 12 വരെ ശതമാനം മാത്രം വരുന്ന അലവൈറ്റ് വിഭാഗക്കാരനായ ഹാഫിസ് രാജ്യത്തെ 80% വരുന്ന സുന്നി വിഭാഗത്തെ അടക്കിഭരിക്കുകയായിരുന്നുവെന്ന് പറയാം. വളരെ വേഗം സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴുതി വീണ ഹാഫിസ് ഭരണത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭം ഉയർന്നുവന്നത് ഇന്ന് വിമത മുന്നേറ്റത്തിന്റെ കേന്ദ്രമായ ഹമായിൽ നിന്നായിരുന്നു. ആ പ്രക്ഷോഭത്തെ ചോരയില് മുക്കിക്കൊല്ലുകയായിരുന്നു ഹാഫിസ് അൽപസദ്. രാഷ്ട്രീയത്തിലിടപെടാതെ നേത്രരോഗ വിദഗ്ധന്റെ ജോലി നോക്കുകയായിരുന്ന മകന് ബഷാർ അൽപസദ് രാഷ്ട്രീയ പിൻഗാമിയായപ്പോൾ ക്രൗര്യത്തിന്റെ പാഠമാണ് ഹാഫിസിൽ നിന്ന് പകർത്തിയത്. അറബ് വസന്തമെന്ന തലക്കെട്ടിന് താഴെ പലരും എഴുതിച്ചേർത്ത 2011 ജനകീയ പ്രക്ഷോഭത്തെ ജൂനിയർ അസദ് കർക്കശമായാണ് നേരിട്ടത്. തീവ്രവാദികളും മിതവാദികളും സോഷ്യലിസ്റ്റുകളും എല്ലാം ചേർന്ന ജനകീയ പ്രക്ഷോഭം വളരെ വേഗം സായുധ നീക്കത്തിലേക്ക് അട്ടിമറിക്കപ്പെട്ടു. അതോടെ അസദിന്റെ സൈന്യത്തിൽ നിന്ന് പുറത്തു കടന്ന ചിലര് ചേർന്ന് ഫ്രീ സിറിയൻ ആർമിയുണ്ടാക്കി. ഇതിനോട് ചേർന്ന് ഏതാനും സലഫി ഗ്രൂപ്പുകളും രംഗത്തുവന്നു. സിറിയന് ഡെമോക്രാറ്റിക് ഫോഴ്സസ് SDF എന്ന കുർദ് ഗ്രൂപ്പ് വേറെ. അന്നുസ്ര ഫ്രണ്ട് എന്ന പേരിൽ അൽഖായിദ ബന്ധമുള്ള അംബ്രല്ല ഗ്രൂപ്പായി വിമത ഗ്രൂപ്പുകൾ ഐക്യപ്പെടുന്നതും കണ്ടു. ഒടുവിൽ അൽഖായിദ ബന്ധം ഉപേക്ഷിച്ചുവെന്ന് പ്രഖ്യാപിച്ച് രംഗത്തുവന്ന HTS ആണ് ബഷാർ അസദിന്റെ പതനത്തിലേക്ക് നയിച്ച സായുധ മുന്നേറ്റം നടത്തിയത്. ഈ നാൾവഴി പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. IS അധിനിവേശത്തിന്റെ പേര് പറഞ്ഞ് സിറിയയിൽ പ്രവേശിച്ച US-ഉം ബഷാറിനെ സംരക്ഷിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ റഷ്യയും തമ്മിലുള്ള നിഴൽ യുദ്ധമാണ് സിറിയയിൽ നടന്നത്. ഇറാനും ഹിസ്ബുല്ലയും ബഷാറിന് സംരക്ഷണമൊരുക്കാൻ സൈന്യത്തെ ഇറക്കി. ജൂലാന് കുന്നുകളുടെ അവകാശതർക്കത്തില് മേൽക്കൈ നേടാൻ ഇസ്രായേലുമിറങ്ങി. സിറിയന് കുർദുകൾക്കെതിരെ തുർക്കിയും. വിമത സായുധ ഗ്രൂപ്പുകൾ ഇപ്പോൾ നേടിയ വിജയത്തിൽ അമേരിക്കയുടെ സൈനിക സഹായം നിഷേധിക്കാനാകാത്ത വസ്തുതയാണ്. യുക്രൈന് യുദ്ധത്തിൽ കുടുങ്ങിയ റഷ്യയും ലബനാനിലും ഇറാഖിലും കുടുങ്ങിയ ഇറാനും സിറിയയിൽ നിന്ന് ശ്രദ്ധ തിരിച്ചപ്പോഴാണ് ബഷാർ വീഴുന്നത്. എങ്കിലും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്ന ആരോടും കാലം കണക്കു ചോദിക്കുമെന്ന സത്യം ഒരിക്കൽ കൂടി ഉദ്ഘോഷിക്കുന്നുണ്ട് ബഷാറിന്റെ പതനം. അധികാരഹുങ്കിൽ അഭിരമിക്കുന്ന എല്ലാ ഭരണാധികാരികളും ഓർക്കണം, ഒരു നാള് ജനം തിരിഞ്ഞു നിൽക്കുമെന്ന്. പാശ്ചാത്യ രാജ്യങ്ങളുടെ അതിർത്തികളില് മാനം കെട്ട് കാത്തുനിൽക്കേണ്ട തിരസ്കൃത അഭയാർത്ഥിത്വത്തില് നിന്ന് സിറിയന് ജനത രക്ഷപ്പെടുമോ? അതോ കൂടുതൽ സങ്കീർണമായ ശിഥിലീകരണത്തിലേക്കാണോ ആ രാജ്യം എടുത്തെറിയപ്പെടുക?
ഗദ്ദാഫി ഒഴിഞ്ഞ ലിബിയയുടെ ഗതി സിറിയക്ക് സംഭവിക്കാതിരിക്കട്ടെ.